വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ചിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 143ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച. വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഇന്നുവരെയും നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ ഓർപ്പിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജോൺ എഫ് കെന്നഡി ഇങ്ങനെ പറഞ്ഞു: മൈ ഫെലോ അമേരിക്കൻസ്, ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ യുവർ കൺട്രി. രാജ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിലുപരി നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് വേണം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാനെന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഒരിക്കൽ പറയുകയുണ്ടായി. അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനം അടുത്ത ആഴ്ചയിൽ വളരെ വിപുലമായി ആഘോഷിക്കുകയാണ്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ധാരാളം ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അമേരിക്ക ആകമാനം ഒരാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഉത്സവ പ്രതീതിയോടുകൂടെ തന്നെ 250ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ അമേരിക്ക ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ ജോൺ എഫ് കെന്നഡിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അത് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ: ആസ്ക് നോട്ട് വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു. രാജ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നതിന് മുമ്പായിട്ട്, അതിലുപരിയായിട്ട് നിങ്ങൾക്ക് രാജ്യത്തിന് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. അമേരിക്കയ്ക്ക് മറ്റൊരു വാക്കുള്ളത് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അമേരിക്കയുടെ മറ്റൊരു വാക്കാണ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങളുടെ നാടാണ് അമേരിക്ക. ഇവിടെ വരുന്ന വളരെ പ്രഗത്ഭന്മാരായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ജീവിത സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെടുവാൻ, പഠിക്കുവാൻ, നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ, നല്ല ജീവിതം നയിക്കുവാനൊക്കെ അവസരങ്ങളുള്ള നാടാണിത്. ഓപ്പർച്യൂണിറ്റീസ്, ദ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് രാജ്യത്തിന് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നതിലുപരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ സാധിക്കും, അതിനെ ഉയർത്തുവാൻ സാധിക്കും, നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ സാധിക്കും. ഇതൊക്കെ സാധിക്കുമെങ്കിലും നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അമേരിക്കയിൽ താമസിക്കുന്ന പൗരന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ താമസിക്കുന്ന മലയാളികളായിരിക്കുന്ന നാം ഉൾപ്പെടെയുള്ളവർ തന്നെ ഈ രാജ്യത്ത് നിന്ന് സകലതും വെട്ടിപ്പിടിച്ച് നമ്മുടെ സ്വന്തമാക്കി മാറ്റി അത് നമ്മുടെ മറ്റു രാജ്യങ്ങളിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ട് പോകുന്ന അത് മാത്രം ചെയ്യാതെ, അല്ലെങ്കിൽ ആ പ്രവണത അവസാനിപ്പിച്ചിട്ട് നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. 250 വർഷം മുമ്പ് 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യം ഡിക്ലെയർ ചെയ്യുന്നത്, അമേരിക്ക സ്വാതന്ത്ര്യയുടെ പ്രഖ്യാപനം നടക്കുന്നത്. അതിൻ്റെ 250 വർഷം തികയുന്നതിൻ്റെ ആഘോഷങ്ങൾ, അതിൻ്റെ പ്രാർത്ഥന സ്കൂളുകളിലേക്ക് മടങ്ങി വരുന്നു. അതുപോലെ തന്നെ ദൈവഭയം, ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളാണ് പ്രസിഡൻറ്റും സംഘവും അത് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ പ്രൗഢി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മറ്റൊരു ചോദ്യവും പ്രസക്തമാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെപ്പോഴും പിടിച്ചു മേടിക്കുന്ന പോലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ട്. കർത്താവേ, ദൈവമേ, അത് തരണേ, അത് തരണേ, അല്ലെങ്കിൽ ഇത് തരണേ, എൻ്റെ മക്കളെ സഹായിക്കണമേ, എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ. പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും പ്രാർത്ഥന എപ്പോഴും നല്ലതാണ്. എന്നാൽ ഈ ജോൺ എഫ് കെന്നഡി പറഞ്ഞതുപോലെ തന്നെ പറയട്ടെ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങിക്കുന്ന ഒരു മനോഭാവം മാറിയിട്ട് നമുക്ക് ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും? ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ, ദൈവം തന്നിരിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളെയും കൊണ്ട് നമുക്കെങ്ങനെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന് ഈ സമയത്ത് ചിന്തിക്കേണ്ടതാണ്. ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം 2 കാര്യത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ രാജ്യത്തിന് വേണ്ടി, ഈ സമൂഹത്തിലെ നമ്മളിവിടെ ഇടകലർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ, നമ്മൾ താമസിക്കുന്ന ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ. പലരും ഇവിടെ ഈ രാജ്യത്തെ ശപിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്ത് താമസിക്കുന്നവർ തന്നെ ഇവിടെയുള്ള പ്രസിഡൻറ്റിനെ, ഭരണകൂടത്തേക്ക് അവരാരെങ്കിലും ആയിക്കോട്ടെ,
ഏത് രാഷ്ട്രീയ പാർട്ടികളുമായിക്കോട്ടെ, അവരെയൊക്കെ ശപിച്ച് സംസാരിക്കാതെ, അവരെയൊക്കെ ദുഷിച്ച് സംസാരിക്കാതെ ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മളും ഭാഗവാക്കുകളായി തീർന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്കിടയാക്കട്ടെ. ദൈവ ആശ്രയബോധമുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വീണ്ടും തരണേ 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 എന്നുള്ള പ്രാർത്ഥന ഭാഗികമായിട്ടെങ്കിലും ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. അമേരിക്ക സ്വാതന്ത്ര്യം പ്രാപിച്ചതിൻ്റെ 29ാമത് വാർഷികം അമേരിക്കയിലുടനീളം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. 1776 ജൂലൈ 4-നാണ് അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപിച്ചത്. വിപുലമായ ആഘോഷങ്ങളാണ്. രാജ്യമെമ്പാടും ഫയർ വർക്സുകൾ ഉൾപ്പെടെ നിരവധി ആഘോഷ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് ക്രമീകരിച്ചിരിക്കുന്നത്. ചിക്കാഗോയിൽ നടക്കുന്ന 40ാമത് പീസിന കോൺഫറൻസിലും ഇതിൻ്റെ ഭാഗമായി സൈന്യത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രത്യേകം ആദരിക്കുന്ന ചടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് പീസിനാക്കിൻ്റെ ഇംഗ്ലീഷ് സെഷൻ്റെ ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോ നിത്യതയിൽ പ്രവേശിച്ചു. പ്രിസൺ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ബ്രദർ കുഞ്ഞുമോൻ ചാക്കോ നിത്യതയിൽ പ്രവേശിച്ചു. കോട്ടയം അരീപ്പറമ്പ് സ്വദേശിയായിരുന്നു അദ്ദേഹം. സുവിശേഷകൻ KG കുര്യൻ്റെ മകൾ ജൈനമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മക്കൾ ബിജു, ബിന്നി. പ്രശസ്ത ഗായകൻ ബിനോയ് ചാക്കോ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. ശവസംസ്കാരം പിന്നീട് കോട്ടയത്ത് വെച്ച് നടക്കും. ലോകം എമ്പാടും അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ബ്രദറൻ വിഭാഗത്തിൽ വളരെ ശക്തമായി അറിയപ്പെടുന്ന ദൈവദാസനായിരുന്നു ഡോക്ടർ കുഞ്ഞുമോൻ ചാക്കോ. കൽക്കട്ടയിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ജോലി ഉപേക്ഷിച്ച് തടവിലുള്ള അവർക്ക് വേണ്ടി ദൈവവചനം അറിയിക്കുവാൻ, സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി തൻ്റെ പൂർണ്ണസമയ ജോലി രാജിവെച്ചിട്ട് പ്രിസൺ ഫെലോഷിപ്പ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂലം ഇന്ത്യയിലെ മിക്ക ജയിലുകളിലും സുവിശേഷം അറിയിക്കുവാനുള്ള അനുവാദം ലഭിക്കുകയും ജയിൽ ചാപ്ലൈൻസ് ധാരാളമായി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. പ്രിസൺ ഫെലോഷിപ്പ് ഇന്ത്യയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബ്രദറൻ വോയിസ് എന്ന് പറയുന്ന ഒരു പത്രികയിലൂടെ പ്രവർത്തന രംഗത്ത് ദീർഘനാളുകൾ മുമ്പ് തന്നെ പ്രവർത്തന മാധ്യമ രംഗത്ത് അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. കോട്ടയത്ത് മാത്രമല്ല കേരളം എമ്പാടും അറിയപ്പെടുന്ന ദൈവദാസൻ്റെ വിയോഗത്തിൽ സഭയ്ക്കും കുടുംബത്തിനുമുണ്ടായ വേർപാടിൽ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. 40ാമത് പീസിന കോൺഫറൻസിൻ്റെ ഒരുക്കങ്ങൾ അതിൻ്റെ അന്തിമ ഘട്ടത്തിലാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അടുത്ത വ്യാഴാഴ്ച പീസിനാക്ക് 40ാമത് പീസിന കോൺഫറൻസിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. ജൂലൈ മാസം 2-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഷാംബർഗിലുള്ള കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പീസിനാക്കിൻ്റെ കോൺഫറൻസ് നടത്തപ്പെടുന്നത്. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് എത്തിച്ചേരുന്ന മുഖ്യ പ്രാസംഗികൻ ഡോക്ടർ സതീഷ് കുമാർ ദൈവവചനം സംസാരിക്കുന്നതാണ്. നാഷണൽ ഭാരവാഹികളായ നാഷണൽ സെക്രട്ടറി സാം മാത്യു, നാഷണൽ ട്രഷറർ പ്രസാദ് ജോർജ് CPA, ഇംഗ്ലീഷ് സെഷൻ കൺവീനർ ഡോക്ടർ ജോനഥൻ ജോർജ്, ലേഡീസ് വിഭാഗം കൺവീനർ സിസ്റ്റർ ജീന വിൽസൺ എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകും. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിലും ഡോക്ടർ സതീഷ് കുമാർ ദൈവവചനം സംസാരിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് പൊതുസമ്മേളനങ്ങൾ ആരംഭിക്കും. പൊതുയോഗം വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കും. 5:30 മണിയോടെ പ്രീ കോൺഫറൻസുകൾ ആരംഭിക്കുന്നതാണ്. പ്രഥമ രാത്രിയിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിരവധി തദ്ദേശീയരായിരിക്കുന്ന ജനങ്ങളെയും ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നതായി പീസിനാക്കിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് ലേഡീസ് മീറ്റിംഗ് നടക്കുന്നത്. ആ സമ്മേളനത്തിന് സിസ്റ്റർ ജീന വിൽസൺ നേതൃത്വം നൽകും. ഡോക്ടർ ആനി ജോർജ്, ജൂഡി പട്ടാശ്ശേരിൽ എന്നിവർ ലേഡീസ് മീറ്റിങ്ങിൽ ദൈവവചനം സംസാരിക്കുന്നതാണ്. വളരെ പ്രതീക്ഷയോടെ അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്,
ഗൾഫ് കൺട്രികളിൽ നിന്നൊക്കെ നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിരവധി രജിസ്ട്രേഷനുകൾ അടുത്ത സമയത്ത് വർദ്ധിച്ചതായി രജിസ്ട്രേഷൻ കമ്മിറ്റി അറിയിച്ചു. ഈ സമ്മേളനം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ചത്തെ വീക്ക്ലി റൗണ്ട് അപ്പ് PCNAC സമ്മേളന വേദിയിൽ നിന്നായിരിക്കും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. PCNACോടനുബന്ധിച്ച് നടക്കുന്ന കേരള റൈറ്റേഴ്സ് ഫോറം മീറ്റിംഗ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണി മുതൽ 3 മണി വരെ അവിടെ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഈ സമ്മേളനത്തിൽ റൈറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് രാജൻ ആര്യപ്പള്ളിൽ അധ്യക്ഷനായിരിക്കും. റവറൻറ്റ് ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ മുഖ്യ സന്ദേശം നൽകുന്നതാണ്. ഈ സമ്മേളനത്തിൽ വെച്ച് റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ അവാർഡുകൾ, നേരത്തെ പ്രഖ്യാപിച്ച അവാർഡുകൾ വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡുകൾ പുരസ്കാരത്തിന് വേണ്ടി കേരള എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ KM ഈപ്പൻ, അതുപോലെ നിരവധി ക്രൈസ്തവ ഗാനങ്ങൾ എഴുതി ഗാന കൈരളിയെ പരിപോഷപ്പെടുത്തിയ പാസ്റ്റർ സാംകുട്ടി മത്തായി, നിരവധി കവിതകളും ഗാനങ്ങളും സാഹിത്യ സൃഷ്ടികളും എഴുതി സാഹിത്യ മേഖലയെ പുഷ്ടിപ്പെടുത്തിയ സൂസൻ B. ജോൺ എന്നിവരെ പ്രത്യേക പദവി നൽകി ആദരിക്കുന്നതാണ്. PCNAC കോൺഫറൻസിൽ കൗൺസിലിംഗ് സെൻറ്റർ പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ വില്ലി എബ്രഹാം അറിയിച്ചു. ഡോക്ടർ വില്ലി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ ഡാനി K. ജോൺസൺ, ജോയ്സ് മാത്യൂസ്, തോമസ് കുര്യൻ, സിസ്റ്റർ ഗ്രേസ് തോമസ് എന്നിവർ ഉൾപ്പെടുന്ന കൗൺസിലിംഗ് ടീമാണ് ആവശ്യക്കാർക്ക് കൗൺസിലിംഗ് നൽകുന്നത്. പകൽ മുഴുവൻ കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടായിരിക്കും. പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർക്കും കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭ്യമായിരിക്കുമെന്ന് ഡോക്ടർ വില്ലി എബ്രഹാം അറിയിച്ചു. സ്ത്രീ ശാക്തീകരണ സെമിനാർ ജൂലൈ 4 തീയതി ശനിയാഴ്ച 2:45 മുതൽ PCNAC വേദിയിൽ നടത്തപ്പെടുന്നതാണെന്ന് അതിൻ്റെ ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ ജോയ്സ് ജോസഫ്, ഡോക്ടർ ജിൻസി ജോസഫ് എന്നിവരാണ് പ്രധാനപ്പെട്ട മോഡറേറ്റർ. ചർച്ചകൾക്ക് ഡോക്ടർ ജോയ്സ് ജോസഫ് മോഡറേറ്റർ ആയിരിക്കും. ചോദ്യോത്തര വേദിയിൽ ഡോക്ടർ ജിൻസി ജോസഫ് മോഡറേറ്റർ ആയിരിക്കും. ഡോക്ടർ ജ്യോതി ബെൻ, ഡോക്ടർ ആഷ ജോൺ, ഡോക്ടർ സൂസൻ മാത്യു, സിസ്റ്റർ ഷെൻസി വർഗീസ്, ഷൈനി ഡാനിയൽ എന്നിവർ പാനൽ അംഗങ്ങളായി ചർച്ചകൾക്ക് നേതൃത്വം നൽകും. എല്ലാ സഹോദരിമാരെയും ഈ സമ്മേളനത്തിലേക്ക് സംഘാടകർ ക്ഷണിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണ സെമിനാർ അവരുടെ ശാരീരിക, മാനസിക, ആത്മീക നിലവാരത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളും അതുപോലെ അനുഭവസ്ഥരുടെ പ്രഭാഷണങ്ങളും ചോദ്യോത്തര വേദിയുമാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. ജൂലൈ 4 ശനിയാഴ്ച 2:45 മുതൽ. പാസ്റ്റർ ജോയ് പുന്നൂസ്, പാസ്റ്റർ കോശി വൈദ്യൻ, പാസ്റ്റർ സണ്ണി ഫിലിപ്പ്, പാസ്റ്റർ ഫിന്നി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകുന്ന നേതൃത്വ വികസന സെമിനാർ PCNAC സമ്മേളനത്തോട് അനുബന്ധിച്ച് ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ നിരവധി ബ്രേക്ക് സെഷൻസ് നമ്മുടെ ഈ PCNACനോടുള്ള ബന്ധത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പിന്നീട് പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. പ്രധാനപ്പെട്ട ഇതുപോലുള്ള സെമിനാറുകളിൽ പങ്കെടുത്ത് ഈ PCNAC പ്രവർത്തകർ ഈ മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കണമെന്ന് PCNAC പ്രവർത്തകർ അപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ PCNAC തീം സോങ്, ഷേർലി ചിക്കാഗോ രചിച്ച തീം സോങ് പ്രഥമ രാത്രിയിൽ ഉദ്ഘാടന രാത്രിയിൽ അവതരിപ്പിക്കുന്നതാണ്. പാസ്റ്റർ ലോഡ്സൺ ആൻറ്റിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കൊയർ ടീം അതിൻ്റെ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. അവർ പ്രഥമ രാത്രിയിൽ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പിന് നേതൃത്വം നൽകുകയും തീം സോങ് അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഡാളസ് സിറ്റി വൈഡ് ഫെലോഷിപ്പിൻ്റെ മിഷൻ മീറ്റ് നാളെ ഡാളസ് ഗാർലൻഡിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. പാസ്റ്റർ സജി മാത്യു മുഖ്യാതിഥിയായിരിക്കും. ചിക്കാഗോ റിവൈവൽ ആഭിമുഖ്യത്തിൽ ജൂൺ മാസം 22, 23 തീയതികളിൽ സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് പ്രത്യേക സമ്മേളനം നടന്നു. പാസ്റ്റർ ഷാജി M. പോൾ പവർ വിഷൻ TVയിലൂടെ ആയിരക്കണക്കിന് ശ്രോതാക്കൾക്ക് സുപരിചിതനായ പാസ്റ്റർ ഷാജി M. പോൾ ദൈവവചനം സംസാരിച്ചു. പാസ്റ്റർ ആൻഡ്രൂസ് K. ജോർജ്, ബ്രദർ ജോയൽ ഷാജി, സ്റ്റെഫിൻ ജോർജ് എന്നിവർ യോഗ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാസ്റ്റർ ജേക്കബ് ജോൺ IPC മുൻ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോൺ അനുഗ്രഹ പ്രാർത്ഥന നടത്തി. പാസ്റ്റർ ജോർജ് K. സ്റ്റീഫൻസൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സിറ്റിയുടെ വിവിധ ഭാഗങ്ങളായി നിരവധി പേർ യോഗങ്ങളിൽ പങ്കെടുത്തു. പാസ്റ്റർ ജോൺസൺ ഫിലിപ്പ്, പാസ്റ്റർ സിസിൽ കോശി എന്നിവർ 2 ദിവസങ്ങളായി നടന്ന മീറ്റിങ്ങിൽ അധ്യക്ഷനായിരുന്നു. പാസ്റ്റർ ഡാനി K. ജോൺസൺ, സിസ്റ്റർ
ഷൈനി ദാനിയൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടന്നു. മീറ്റിങ്ങിൽ പങ്കെടുത്തവരുള്ള നന്ദി പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അമേരിക്കയുടെ 250ാമത് സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് ഈ രാജ്യം ഒരുങ്ങുമ്പോൾ നമുക്കും അതിൽ ഭാഗവാക്കാക്കി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ദൗത്യം നിർവഹിക്കാമെന്നുള്ള ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, ആഹ്വാനത്തോടെ 40ാമത് PC നാക്കിലേക്ക് വീണ്ടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറന്നു പോകരുത്, അടുത്ത ആഴ്ചത്തെ വീക്കിലി റൗണ്ട് അപ്പ് നമ്മൾ PC നാക്കിൻ്റെ സമ്മേളന വേദിയിൽ നിന്നായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.